ഹീറോ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലത്തേക്ക് ജയിലിലേക്ക് പോകും. തിരിച്ചു വരുമ്പോഴോ അവൻ്റെ ഡാഡി രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഹീറോയും ആ സ്റ്റെപ്പ് മദറും തമ്മിൽ പല പരിപാടിയും നടക്കും. കേസുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ ഒരുപാട് വിഷയങ്ങളും ഉണ്ടാവും. പറഞ്ഞു വരുന്നത് 2007 ഇറങ്ങിയ നോർമൽ എന്ന മൂവിയെ പറ്റിയാണ്. അപ്പോൾ വെൽക്കം ടു മൂവി ഹണ്ടർ മലയാളം. നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോയിനെ കാണിക്കും. ഹീറോയിൻ വളരെ വിഷമിച്ചിരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഇതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം മുമ്പാണ് ഹീറോയിൻ്റെ മകനായ വിക്ക് ഡെഡായത്. വിക്ക് ഒരു അപകടത്തിൽപ്പെട്ടിട്ടാണ് ഡെഡായത്. ഹീറോയിന് വിക്കിനെ കൂടാതെ രണ്ടാമതൊരു മകനും കൂടിയുണ്ട്, കെട്ടിയവനും ഉണ്ട്. പക്ഷേ ഹീറോയിൻ അവരുടെ ഒന്ന് കാര്യം നോക്കാൻ പോലും ടൈമില്ലായിരുന്നു. കാരണം ഹീറോയിൻ ഇപ്പോഴും മൂത്ത മകൻ്റെ ഡെത്തിൻ്റെ വിഷമത്തിലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രൊഫസറിനെയാണ്. പുള്ളിയും ഹീറോയിൻ്റെ മകനായ വിക്കിൻ്റെ ഡെത്തിൽ ഇൻവോൾവ് ആയ ഒരാളായിരുന്നു. പുള്ളി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ആ ടൈമിൽ ക്ലാസ്സിലുള്ളൊരു സ്റ്റുഡൻറ്റ് പ്രൊഫസറിനെ നോക്കിയിരിക്കും. കുറച്ച് കഴിഞ്ഞ് അവൾ ഒന്ന് സംസാരിക്കുകയും ചെയ്യും. പ്രൊഫസറിനും ഇവളോട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കട്ടിയാൽ പ്രൊഫസറിൻ്റെ അനിയനെ കാണിക്കും. അവനും ഈ അപകടത്തിൽ ഇൻവോൾവ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചതും അവനെ തന്നെയായിരുന്നു. കാരണം അവനൊരു മെൻ്റൽ പോലെ ആയിപ്പോവും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ പടത്തിലെ ഹീറോ ആയിട്ടുള്ള ജോണിനെ കാണിക്കും. അതോടൊപ്പം തന്നെ വിക്കിയുടെ ഫ്രണ്ട് കൂടിയായിരുന്നു ഇവൻ. ഇപ്പോൾ ഹീറോ ഉള്ളത് ജയിലിലാണ്. കാരണം ഹീറോയും വിക്കിയും കൂടി ഓടിച്ചുകൊണ്ട് വന്ന കാറാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. ആ കാറാണെങ്കിലോ ഇവർ മോഷ്ടിച്ചതുമായിരുന്നു. ശരിക്കും കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയും വിക്കിയും കൂടി ഒരിക്കലും ഒരു കാറ് മോഷ്ടിച്ചുകൊണ്ട് വരികയായിരുന്നു. ആ ടൈമിലാണ് ഓപ്പോസിറ്റ് പ്രൊഫസറും അനിയനും കൂടി കുടിച്ച് ലെക്ക് കെട്ട് കാറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്മാരുടെ കാറ് തമ്മിൽ കൂട്ടിയിടിക്കും. ആ സ്പോട്ടിൽ തന്നെ വിക്കി ഡെത്താകും. കാറ് മോഷ്ടിച്ച കുറ്റത്തിന് ഹീറോ ജയിലിലും കിടക്കും. പിന്നെ പ്രൊഫസറിൻ്റെ അവസ്ഥയൊക്കെ അതുപോലെയും ആകും. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ കുടിച്ച് ബോധമില്ലാതെ വീട്ടിലേക്ക് കയറി വരും. ആ ടൈമിൽ ഹീറോയിൻ്റെ ഭർത്താവ് അവളുടെ ബാഗിൽ നിന്നൊരു പേപ്പർ കണ്ടെത്തും. അത് ഹീറോയിൻ്റെ മകൻ്റെ മരണവാർത്തയുള്ള പേപ്പറായിരുന്നു. അത് ഹീറോയിൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു. ഇതൊക്കെ കണ്ട കെട്ടിയവൻ അവളെ സമാധാനിപ്പിക്കും. പക്ഷേ ആ ടൈമിലും ഹീറോയിൻ്റെ കെട്ടിയവൻ ഓർക്കും ഇവൾ ഇതിൽ നിന്ന് ഇതുവരെ വെളിയിൽ വന്നില്ല എന്ന്. അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ ഹീറോ ജയിലിൽ നിന്ന് ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങും. അവനെ വിളിക്കാനായി അവൻ്റെ ഡാഡിയും അങ്ങോട്ടേക്ക് വരും. ആ ഒരു ടൈമിലാണ് അവൻ്റെ ഡാഡി രണ്ടാമത് കല്യാണം കഴിച്ച കാര്യം ഹീറോ അറിയുന്നത്. അവൻ്റെ ഡാഡിയുടെ ക്യാരക്ടറാണെങ്കിൽ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. നീ തനിയെ ജോലിക്ക് പോയി കാശുണ്ടാക്കിക്കൊള്ളാമെന്നൊക്കെ അവൻ്റെ ഡാഡി അവനോട് പറയും. ഇതൊക്കെ കേട്ട ഹീറോയ്ക്കാണെങ്കിലോ നല്ല ദേഷ്യം വരും. അങ്ങനെ ഡാഡി അവിടുന്ന് പോയ ശേഷം അവൻ്റെ സ്റ്റെപ്പ് മോം അവനോട് പറയും, നീ അതൊന്നും കാര്യമാക്കണ്ട, പുള്ളി ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതാണെന്നൊക്കെ. പക്ഷേ ഇത് കേട്ട ഹീറോ പുള്ളിക്കാരിയോട് പറയും, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, നീ ഇതിൽ ഇടപെടണ്ട, നീ ആരുമല്ലെന്നൊക്കെ. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോയിൻ എല്ലാം പറഞ്ഞ് പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കും. അവൾ ആരുടെയും കാര്യം നോക്കത്തില്ല. ഇതൊക്കെ കണ്ട ഭർത്താവ് അവളോട് വന്ന് ദേഷ്യപ്പെടും. നീ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും പറയും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ പ്രൊഫസർ തൻ്റെ ബ്രദറിൻ്റെ പേടി മാറ്റാനായി നോക്കും. അവനെ പഴയതുപോലെ ആക്റ്റീവ് ആക്കാനായി പല അടവുകളും നോക്കും. എന്നാലോ ഒന്നും നടക്കത്തില്ല. കുറച്ച് കഴിഞ്ഞ് പ്രൊഫസർ ഒരു കൗൺസിലിങ്ങിനായിട്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകും. എന്നാൽ ആ ഡോക്ടറോ ഹീറോയുടെ ഡാഡിയായിരുന്നു. പ്രൊഫസർ അവിടെ ചെന്ന് അപകടം നടന്ന കഥകളെല്ലാം പറ്റി ഡോക്ടറിൻ്റെ അടുത്ത് പറയും. ഇത് കേട്ട ഡോക്ടറിന് അപ്പോഴേ പിടികിട്ടും തൻ്റെ മകൻ ജയിലിൽ പോയ കഥയാണ് ഈ പറയുന്നതെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ ഡോക്ടർ ഇനി മേലാൽ ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞ് പ്രൊഫസറിനെ അവിടെ നിന്ന് ഓടിക്കും. അന്ന് പ്രൊഫസർ നല്ലപോലെ അപ്സെറ്റായി പോകും. ഇവിടെ ഹീറോയിന് വിക്കിയുടെ ഓർമ്മയെ പോകുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ സാധനങ്ങളും റൂമും എല്ലാം ഹീറോയിൻ സൂക്ഷിക്കുന്നതായിട്ട് കാണിക്കും. ഇവിടെ പ്രൊഫസർ തൻ്റെ വൈഫുമായി കുറേ കാലമായിട്ട് അത്ര അടുപ്പത്തിലല്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഹാങ് ഓവർ മാറാനായി പുള്ളി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ് കൊണ്ടുപോകുന്നതായിട്ട് നമ്മളെ കാണിക്കും. പിന്നീട് നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അങ്ങനെ അവനൊരിക്കൽ റൂമിലിരുന്ന് മാസ്റ്റർബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ രണ്ടാനമ്മ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പുള്ളിക്കാരിയെ കണ്ടറിഞ്ഞ് തന്നെ ഹീറോ ഞെട്ടിപ്പോകും. ഹീറോയോട് ചോദിക്കാതെ കയറി വന്നതിന് പുള്ളിക്കാരി സോറി ചോദിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ അന്നത്തെ മൂഡ് പോയ ഹീറോ അവിടെ നിന്ന് വെളിയിലേക്ക് വരും. ആ ടൈമിലാണ് അവൻ്റെ പഴയ ഒരു ഫ്രണ്ടിനെ കാണുന്നത്. ഫ്രണ്ട് ഇവനോട് കഴിഞ്ഞ കഥകളും അപകടത്തെപ്പറ്റി എല്ലാം ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ട് ഫ്രണ്ട് അവനോട് ചോദിക്കും, നീ വിക്കിയുടെ അമ്മയെ പോയി കണ്ടോ, പുള്ളിക്കാരിയോട് സോറി ചോദിച്ചോ എന്നൊക്കെ. ഇതിന് ഹീറോ ഇല്ലെന്നും പറയും. ഫ്രണ്ട് പറയും, നീ പുള്ളിക്കാരിയെ പോയി കാണണം, സോറി ചോദിക്കണമെന്നൊക്കെ പറഞ്ഞ് ഹീറോയെ ഉപദേശിക്കും. ഈ ഒരു ടൈമിൽ തന്നെ അവിടെ പ്രൊഫസറുമായിട്ട് വഴക്കിട്ട് വൈഫ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അന്ന് രാത്രിയാണ് ഹീറോയിൻ വഴിയിൽ വെച്ച് ഹീറോയെ കാണുന്നത്. അവനെ കണ്ട ഉടനെ തന്നെ ഹീറോയിൻ പേടിച്ചിട്ട് പോയി ഒളിച്ചിരിക്കും. പിന്നീട് അന്ന് രാത്രി വീട്ടിൽ ചെന്നപ്പോഴും ഹീറോയിൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരിക്കൽ പ്രൊഫസർ തന്നെ അനിയനെ ആക്റ്റീവ് ആക്കാനായി ഒരു പെണ്ണുമായി ഡേറ്റിംഗ് ചെയ്യാനായി പറയും. അവനെ നിർബന്ധിക്കും. എന്നാലോ
ആ ട്രിക്കും വർക്കാകില്ലായിരുന്നു. പിന്നീട് ഒരിക്കൽ പ്രൊഫസർ എന്ന ക്ലാസ്സിൽ വെച്ച് കണ്ട പെണ്ണുണ്ടല്ലോ, ഈ മൂവിയുടെ തുടക്കം കണ്ട പെണ്ണ്, പ്രൊഫസറിന് ക്രഷ് തോന്നിയ പെണ്ണ്, അവളുമായിട്ട് പതിയെ പതിയെ അടുപ്പത്തിലാകും. പതിയെ പതിയെ അവർ തമ്മിൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഹീറോയുടെ രണ്ടാനമ്മ അവൻ്റെ മുറിയിൽ തുണി വല്ലതും അലക്കാനുണ്ടോ എന്നറിയാനായി റൂമിലേക്ക് കയറി വരും. പുള്ളിക്കാരിയെ കണ്ട ഹീറോ ആണെങ്കിലോ, എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, ഇവിടുന്ന് പോകാൻ പറഞ്ഞ് അവിടുന്ന് ഓടിച്ചു വിടും. അങ്ങനെ ഹീറോയുടെ വഴക്കൊക്കെ കേട്ട പുള്ളിക്കാരി റൂമിലേക്ക് പോയി കുളിയെല്ലാം കഴിഞ്ഞ ശേഷം സ്വന്തം ബോഡി നോക്കി നിൽക്കും. ആ ടൈമിലാണ് ഹീറോ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഹീറോയെ കണ്ട ഉടനെ തന്നെ പുള്ളിക്കാരി ഡ്രസ്സ് എടുത്തിടാൻ നോക്കും. പക്ഷേ ഹീറോ പുള്ളിക്കാരിയുടെ ലുക്കിൽ മയങ്ങി നിൽക്കും. അവൻ പതിയെ പുള്ളിക്കാരിയെ പോയി പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കും. പിന്നീട് പറയണ്ടല്ലോ, രണ്ടുപേരും തമ്മിൽ പരിപാടി നടക്കും. പക്ഷേ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയുടെ ഡാഡി അങ്ങോട്ടേക്ക് വരുന്നത്. ശബ്ദം കേട്ട ഉടനെ തന്നെ ഹീറോ അങ്ങോട്ടേക്ക് പോയി ഒളിക്കും. ഡാഡി വരുമ്പോഴോ അവൾ ന്യൂഡായി നിൽക്കുന്നു. ഇത് കണ്ട ഡാഡി അവളുമായിട്ട് പരിപാടി നടത്തും. ആ ഗ്യാപ്പിൽ തന്നെ ഹീറോ അവിടെ നിന്ന് ഇറങ്ങി ഓടും. പിന്നീട് ഹീറോയുടെ ഡാഡി ഇല്ലാത്ത ടൈമിലെല്ലാം അവർ തമ്മിലുള്ള അഫെയർ തുടരുന്നുണ്ടായിരുന്നു. ഒരിക്കൽ പ്രൊഫസർ ഒരു സ്റ്റുഡൻറ്റുമായി തൻ്റെ അനിയൻ്റെ അടുത്തേക്ക് വരും, അവനെ വീണ്ടും ആക്റ്റീവാക്കാൻ. പക്ഷേ അനിയന് വീടിൻ്റെ പുറത്തിറങ്ങാൻ തന്നെ പേടിയായിരുന്നു. ആ കൊണ്ടുവന്ന പെണ്ണിനെ കാണുക പോലും വേണ്ടെന്ന് പറഞ്ഞിട്ട് അനിയൻ വാതിലടയ്ക്കും. അങ്ങനെ നടന്ന കാര്യങ്ങൾക്കെല്ലാം പ്രൊഫസർ ആ പെണ്ണിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ വിക്കിയുടെ ബോൾ എടുത്തതിന് ഹീറോയിൻ ഇളയ മകനെ വഴക്ക് പറയും. ഇത് കേട്ട മകനാണെങ്കിലോ, വിക്കി മരിച്ചുപോയി, അവൻ ഇനി ഒരിക്കലും വരില്ല, അത് നിങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറഞ്ഞ് ഹീറോയിനെ വഴക്ക് പറയും. പിന്നീട് പ്രൊഫസറുമായി ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കാനായി ആ പെണ്ണ് ശ്രമിക്കും. പക്ഷെ അപകടമെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ചെങ്കിലും റിലാക്സേഷൻ കിട്ടുന്നത് ഈ പെണ്ണ് വന്നപ്പോഴാണല്ലോ എന്ന് ഹീറോ ഓർക്കും. അങ്ങനെ ഒരിക്കൽ ഹീറോയുടെ ലവർ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് റൈഡ് പോകാമെന്ന് പറയും. അവരൊരു റൈഡ് പോകും. എന്നാൽ റൈഡ് കഴിഞ്ഞപ്പോഴോ ഒരുപാട് രാത്രിയായിട്ടുണ്ടായിരുന്നു. ഹീറോ അവളോട് പറയും, എങ്കിൽ ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ കിടന്നിട്ട് നാളെ പോകാമെന്ന്. ഇതിന് ഹീറോയിന് ഓക്കെ പറയും. അങ്ങനെ രണ്ടുപേരും ഹീറോയുടെ വീട്ടിലേക്ക് പോകും. റൂമിൽ ചെന്ന ശേഷം രണ്ടുപേരും തമ്മിലൊരു കിസ് അടിക്കും. ആ ടൈമിലാണ് ഹീറോയിൻ്റെ രണ്ടാഞ്ചമ്മ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. പുള്ളിക്കാരി ചോദിക്കും ഇതാരാണെന്ന്. ഹീറോയിൻ്റെ ലവറാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. പക്ഷേ ഇതൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പ്രൊഫസർ വീണ്ടും തൻ്റെ അനിയന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടെത്തും. അവനുമായിട്ട് കമ്പനിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കും. ഇപ്രാവശ്യവും അനിയൻ വേണ്ട എന്നൊക്കെ പറയും. പക്ഷേ ആ പെണ്ണ് അവനുമായിട്ട് കുറച്ചു നേരം സംസാരിക്കും. പിന്നീട് പ്രൊഫസറിൻ്റെ അടുത്തുനിന്ന് പോയ ആ സ്റ്റുഡൻറ്റുമായിട്ട് പുള്ളി വീണ്ടും കമ്പനിയാകും. അവർ പഴയതുപോലെ ക്ലോസ് ആകും. ആ ടൈമിലാണ് ആ പെണ്ണ് പറയുന്നത്, നിങ്ങളുടെ പഴയ അപകടത്തെപ്പറ്റി എനിക്ക് നന്നായി അറിയാം. അതിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രൂഫ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും എനിക്കറിയാമെന്ന് ആ പെണ്ണ് പറയും. ഇതൊക്കെ കേട്ട പ്രൊഫസറാണെങ്കിലോ ഒന്നും മിണ്ടാൻ പറ്റാതാകും. അങ്ങനെ ഒരിക്കലും ഹീറോ അവൻ്റെ ലവറുമായി കറങ്ങാൻ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കും. ആ ടൈമിലാണ് അവൻ്റെ രണ്ടാനമ്മ അങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കാനേ തുടങ്ങുന്നത്. പക്ഷേ ഹീറോ പുള്ളിക്കാരി ഒന്നും പറയുന്നത് കേൾക്കാതെ അവിടെ നിന്ന് പോകും. ഫ്രണ്ടിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഹീറോയ്ക്ക് തോന്നും വിക്കിയുടെ അമ്മയോട് സോറി പറയണമെന്നും മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നുമൊക്കെ. അങ്ങനെ അവൻ ഹീറോയിനെ വിളിച്ച് കാണാൻ പറ്റുമെന്ന് ചോദിക്കും. അതിന് ഹീറോയിൻ സമ്മതിച്ച ഉടനെ തന്നെ പിറ്റേ ദിവസം ഹീറോ അവളെ കാണാനായി പോകും. അങ്ങനെ ഹീറോയിനോട് പറയും, കാറ് മോഷ്ടിക്കണമെന്നുള്ളത് വിക്കിയുടെ ഐഡിയ ആയിരുന്നു. മോഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ വിക്കി കാർ ഓടിക്കാമെന്നും പറഞ്ഞതാ. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല, ഞാനായിരുന്നു ഓടിച്ചത്. വിക്കിക്കാണെങ്കിൽ നല്ലപോലെ കാർ ഓടിക്കാൻ അറിയാമായിരുന്നു. പക്ഷെ എനിക്കത്ര അറിയത്തുമില്ലായിരുന്നു. അങ്ങനെ സ്പീഡ് കൂടിയപ്പോൾ ഓപ്പോസിറ്റ് വന്ന കാറിൽ ഇടിച്ചതായിരുന്നു എന്ന് ഹീറോ പറയും. അങ്ങനെ ഹീറോ എല്ലാം ഹീറോയിനോട് പറയും. അതോടൊപ്പം തന്നെ ഹീറോ കരഞ്ഞുകൊണ്ട് അവളോട് ക്ഷമ ചോദിക്കും. ഇതെല്ലാം കേട്ട ഹീറോയിനാണെങ്കിലോ കരുത്തിൽ വന്ന ശേഷം ഹീറോയെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഹീറോയിനും റിലാക്സ് ആകും. തിരിച്ച് വീട്ടിലേക്ക് എത്തിയ ഹീറോയിൻ വിക്കിയുടെ സാധനങ്ങളെല്ലാം പുറത്തിട്ട് കത്തിക്കും. ഇനി അവൻ്റെ ഓർമ്മകളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഹീറോയിൻ അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് പറയും. ഹീറോയിൻ ഇളയ മകനോട് സോറി ചോദിച്ചതിന് ശേഷം നമുക്കിനി ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയി സെറ്റിലാകാമെന്നും അവനോട് പറയും. പിന്നീട് പ്രൊഫസർ വീട്ടിലേക്ക് വരുമ്പോഴോ പുള്ളിയുടെ അനിയൻ വീട്ടിലില്ലായിരുന്നു. കാരണം അവന് ഡേറ്റിങ്ങിന് പോയേക്കുമായിരുന്നു. ഇത് പ്രൊഫസറിന് വലിയ സന്തോഷമുണ്ടാകും. കാരണം കുറേ വർഷം കൂടിയാണ് അവൻ ഇങ്ങനെ മാറിയത്. ആ ടൈമിൽ പ്രൊഫസർ ഒരു കാര്യം കൂടി ഓർക്കും, ഹീറോയിനോട് പോയി എല്ലാത്തിനും ക്ഷമ ചോദിച്ചാലോ എന്ന്. പിന്നീട് ഹീറോ വീട്ടിലേക്ക് വരുമ്പോഴോ അവൻ്റെ രണ്ടാനമ്മയുടെ വായിൽ ബ്ലഡ് ഇരിക്കുന്നു. ഹീറോയെ കണ്ടുടനെ തന്നെ ഡാഡി അവനെ എടുത്തിട്ടടിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള അഫെയർ അവൻ്റെ ഡാഡി തൂക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ നല്ല അടിയാകും. കുറച്ച് കഴിഞ്ഞ് ഹീറോ അവൻ്റെ ഡാഡിയെ അടിക്കും. ഇത് കാരണം അവൻ്റെ രണ്ടാനമ്മ വന്ന് ഹീറോയെ തള്ളിയിടും, എൻ്റെ ഹസ്ബൻഡിനെ വിടാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പുള്ളിക്കാരി കെട്ടിയവനെ വണ്ടിയിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് പോകാനായി തുടങ്ങും. അങ്ങനെ പ്രൊഫസർ ഹീറോയിൻ്റെ അടുത്തേക്ക് പോകും. അവളോട് സംസാരിക്കണമെന്ന് പറയും. എന്നാൽ ഹീറോയിനാണെങ്കിലോ അവനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനേ തുടങ്ങും.
പക്ഷേ പ്രൊഫസർ അവളെ ഒരുപാട് നിർബന്ധിക്കും. ഇത് കണ്ട ഹീറോയിനെ കെട്ടിയവൻ വന്ന് പ്രൊഫസറിനെ അവിടെ നിന്ന് തള്ളിവിടും. കുറച്ച് കഴിഞ്ഞ് പ്രൊഫസർ ഹീറോയിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ കയറി കിടക്കും. അതുകൊണ്ട് തന്നെ ഹീറോയിന് കാർ എടുക്കാൻ പറ്റുന്നുമില്ലായിരുന്നു. എൻ്റെ മേത്തൂടെ കയറ്റിയാലേ ഞാൻ ഹാപ്പി ആകത്തുള്ളൂ എന്ന് പ്രൊഫസർ പറയും. ആ ടൈമിലാണ് ഹീറോയിൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് പ്രൊഫസറിനെ അവിടെ നിന്ന് വലിച്ചു നീക്കുന്നത്. എന്നിട്ട് ഹീറോയിൻ മകനുമായിട്ട് കാറും എടുത്തുകൊണ്ട് പോകും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ പിന്നീട് പ്രൊഫസർ ഹീറോയിനോട് ക്ഷമ ചോദിച്ചതുകൊണ്ടും അവൾ ക്ഷമിച്ചതുകൊണ്ടും വളരെ ഹാപ്പി ആയിട്ട് ഒരു ഷോപ്പിലിരിക്കും. ഇവിടെ ഹീറോ ആണെങ്കിലോ അവൻ്റെ ഡാഡിയെല്ലാം അറിഞ്ഞതുകൊണ്ടും ഹീറോയിനോട് മനസ്സ് തുറന്ന് സംസാരിച്ചതുകൊണ്ടും അവനും ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ടിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ഹീറോയിനും 2 വർഷം കൂടി തൻ്റെ ഇളയ മകനുമായി ജോളിയായി വണ്ടിയിൽ പോകും. അതോടെ ഈ മൂവിയും തീരും.